ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. എന്താണ് എല്ലാവരും സുഖമായിരിക്കല്ലേ? മഴയൊക്കെ തുടങ്ങിയില്ലേ? അപ്പോൾ പിന്നെ ഇത് സെയിൽ വീഡിയോ അല്ല, സെയിൽ വീഡിയോ ഇനി നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവർക്കും ഈ അടീനിയം പൂക്കളൊക്കെ കണ്ടിട്ട് നല്ല ഹാപ്പി ആവുന്നില്ലേ? എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ക്രോഷേ വീഡിയോസും എല്ലാം കണ്ട് കമൻസും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെന്താണ്, പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അടീനിയം വിത്തുകൾ, അടിയനത്തിൽ എങ്ങനെ വിത്തുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എത്ര പ്രായമായിട്ടുള്ള പ്ലാന്റ്സിലാണ് വിത്തുകൾ വരിക, അതുപോലെ നല്ല മെച്യൂർഡ് ആയതിലാണോ ഹൈബ്രിഡ് വെറൈറ്റീസിന് വിത്തുകൾ ഉണ്ടാവുമോ, അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൽ വിത്തുകൾ ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടാണ് എൻ്റെ അടുത്ത്. പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്കും തന്നെ ഒരുപാട് ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വിത്തിന് വേണ്ടി മാത്രം പ്ലാന്റ്സ് വാങ്ങിക്കുകയാണോ എന്ന് തോന്നും. കാരണം അത്രയും ചോദിക്കും എൻ്റെ അടുത്ത്, ഇതിൽ വിത്തുണ്ടാവുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷെ എനിക്ക് തോന്നും ഈ വിത്ത് എൻ്റെ ഉത്തരവാദിത്തമാണോ വിത്താക്കി കൊടുക്കലെന്ന് തോന്നും. അത്രയും ഡൗട്ടായിട്ടാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ എൻ്റെ വീട്ടിലുള്ള ചെടികളിൽ വിത്ത് വന്നിട്ടുള്ളതും അപ്പോൾ ഓരോ ടൈപ്പിന് എങ്ങനെ വന്നിട്ടുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഡൗട്ട് കൊണ്ടാണ്, അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാണാം എൻ്റെ പ്ലാന്റ്സിലൊക്കെ സീഡ്സ് വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ തരം പ്ലാന്റ്സിലും സീഡ്സ് വരും. അതായത് ഹൈബ്രിഡിൽ വരും, നല്ല മെച്യൂർഡായ പ്ലാന്റിൽ വരും, മെച്യൂർഡാവാത്ത കുഞ്ഞു പ്ലാന്റിലും എല്ലാം സീഡ്സ് വരും. എല്ലാ പ്ലാന്റ്സിലും സീഡ്സ് ഉണ്ടാവുന്ന പോലെ തന്നെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലും അതിന് സീഡ്സ് ഉണ്ടായിട്ടാണ് അതിന് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതായത് ആ വിത്തുകൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ പുതിയ ചെടികൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ പോളിനേഷൻ കറക്റ്റായാൽ മാത്രമാണ് പുതിയ വിത്തുകളും എല്ലാം ഉണ്ടായി വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ചെടികൾക്ക് വിത്തുകൾ ഉണ്ടാവുമെന്ന്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ് ഹൈബ്രിഡാണ്. അതിൻ്റെ ഫ്ലവർ കണ്ടില്ല, ഫ്ലവറാണ് സൈഡിൽ കാണിക്കുന്നത്. ആ പ്ലാന്റ് ആണിത്. ആ പ്ലാന്റിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കതിൽ സീഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം, ഹൈബ്രിഡ് ഇനത്തിലും സീഡ്സ് ഉണ്ടാവും. അത് ഏത് പ്ലാന്റിൽ എപ്പോൾ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അതിൻ്റെ ആ ഒരു പോളിനേഷൻ കറക്റ്റായി നടന്ന് സീഡ്സ് ഉണ്ടാവുക, അതിൻ്റെ പ്ലാന്റിൻ്റെ ഹെൽത്തും എല്ലാം ആശ്രയിച്ചിരിക്കും അതിൽ വിത്തുണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പം ഈ കാണുന്ന ചെടി അത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാന്റാണ്. അതിലാണ് ഈ സീഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇതിൽ സീഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് പറ്റിയ ഒരു അന്തരീക്ഷം ഒരുങ്ങി വരുമ്പോഴാണ്, അതായത് പ്രത്യേകിച്ചും പ്ലാന്റ്സിൽ പോളിനേഷൻ നടക്കാനായിട്ട് ഫ്ലൈസ്, അതായത് ബട്ടർഫ്ലൈസും ഹണി ബീസും അങ്ങനെയുള്ളവരൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇതിൽ പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു അന്തരീക്ഷം, അതായത് കൂടുതൽ ഫ്ലവേഴ്സ് ചുറ്റുപാടുണ്ടായിരിക്കുക, വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക. അപ്പോഴാണ് ഇവർക്ക് ഇതിൽ പ്ലാന്റ്സിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരിയായ രീതിയിലുള്ള പോളിനേഷൻ നടക്കുന്നത്, കൂടുതൽ ഐസൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഇത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതായത് ഒരു 15 വർഷത്തിലും മേലെ ഇതിന് ശരിക്കും പ്രായമുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോഴും സീഡ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ആദ്യം ഒരു ട്രിപ്പ് സീഡ്സ് ഉണ്ടായി കഴിഞ്ഞു, അതൊക്കെ ഞാൻ എടുത്തിപ്പോൾ ലാസ്റ്റ് ഉണ്ടായി നിൽക്കുന്ന സീഡാണ് ആ കാണുന്നത്. ഫ്ലവറും കുറഞ്ഞു. അപ്പോൾ ഇത്രയും മെച്യൂർഡായ പ്ലാന്റിൽ ഇതിൽ എല്ലാ വർഷവും എപ്പോഴും എല്ലാ വർഷവും നല്ല ഇതിൽ ഫ്ലവർ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അതിലെപ്പോഴും തന്നെ സീഡ്സ് ഉണ്ടായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും വലിയൊരു പ്ലാന്റിൽ സീഡ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന പ്ലാന്റിൽ മാത്രമേ സീഡ്സ് ഉണ്ടാവുള്ളൂ, വലിയ മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റിൽ മാത്രമേ സീഡ്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹൈബ്രിഡിൽ ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് പ്ലാന്റ്സ് വാങ്ങിക്കുന്ന 1-2 പേരും അതിൽ സീഡ്സ് ഉണ്ടാവും സീഡ്സ് ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ഈ ചേച്ചി തരുന്ന പ്ലാന്റിൽ എന്തായാലും സീഡ്സ് ഉണ്ടാവുമോ? അതിപ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും?
കാരണം അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് പ്ലാന്റ് നമ്മൾ എവിടെ വെക്കുന്നു. എത്ര ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാറ്റിലും നല്ല ബട്ടർഫ്ലൈസും ഹണി ബീസും ഒക്കെ വന്നിരിക്കും. അപ്പോൾ അവർ ആ പ്ലാന്റിൽ മാത്രമല്ല എല്ലാ പ്ലാന്റിലും എല്ലാ ഫ്ലവറിലും വന്ന് ഇരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പോളിനേഷൻ നടക്കുന്നതും നല്ല സീഡ്സ് ഉണ്ടാവുന്നതും എല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ സീഡ്സ് വരുള്ളൂ. അല്ലാതെ വെറുതെ സീഡ്സ് വരുമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ക്ലൈമറ്റും ഒക്കെ കറക്റ്റായിട്ട് വരണം. ഇപ്പോൾ ഇതൊരു നാടൻ പ്ലാന്റ് ആണ്, വൈറ്റ്. അതിൽ കണ്ടില്ലേ സീഡ്സ് വന്നിരിക്കണം. അതിൻ്റെ ഏജ് നോക്കൂ, അത് ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ്. അതുപോലെ ഈ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് സീഡ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് പ്രായത്തിലുള്ള പ്ലാന്റ് ആണെങ്കിലും നമുക്ക് സീഡ്സ് ഉണ്ടായി കിട്ടും. അപ്പോൾ ഈ പ്ലാന്റ് ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തും നിറയെ ബോഗൻ വില്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കാറ്റ്സ് ക്ലൗ നന്നായി പോത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ കാറ്റ്സ് ക്ലൗവിൽ എല്ലാം നിറയെ തേനീച്ചയായിരുന്നു, ഒരുപാട് തേനീച്ചകളായിരുന്നു അതിൽ. അപ്പോൾ അവിടെ മാത്രമല്ല, അവിടുന്ന് വന്നിട്ട് ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുള്ളൂ അവർ. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഏതൊരു പ്ലാന്റിലും, ഇപ്പം എൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന ഹൈബ്രിഡ് പ്ലാന്റിലാണെങ്കിലും നിങ്ങൾക്ക് സീഡ് ഉണ്ടായി കിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്ലാന്റ് കണ്ടില്ലേ, ഇത് ഒരു 1.5 വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റാണ്. ആദ്യമായിട്ടാണ് ഇതിൽ ഫ്ലവർ ചെയ്യണത്. ആദ്യമായിട്ടാണ് ഇതിൽ ഫസ്റ്റ് ടൈം തന്നെ അതിൽ സീഡും വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതായത് ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ തരം പ്ലാന്റ്സിലും സീഡ്സ് വന്നിട്ടുള്ളത് കാണിച്ചു തരണം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാത്രം കാണിക്കുമ്പോൾ അത് ഡൗട്ട് മാറില്ല. അതുകൊണ്ടാണ് എല്ലാ പ്ലാന്റ്സും ഞാൻ ഒരേപോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു 1.5 വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും അത് ഫസ്റ്റ് ടൈം ആണ് ഫ്ലവർ ചെയ്യുന്നതും അതിൽ സീഡ്സ് വരുന്നത്. അതുപോലെ ഇതിലും ചെറിയ പ്ലാന്റിലും സീഡ്സ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഒന്ന് പറഞ്ഞാൽ ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു പ്ലാന്റ് അതിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല മെച്ചോർഡായ പ്ലാന്റ്സിൽ മാത്രമേ സീഡ്സ് വരുള്ളൂ, അല്ലാതെ സീഡ്സ് വരില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡിൽ വരില്ല. ഹൈബ്രിഡിലും വന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല, 2 പ്ലാന്റിൽ എനിക്ക് ഹൈബ്രിഡ് വെറൈറ്റിയിൽ സീഡ്സ് വന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടാണ് അതിനെ ഒരുക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇത് നോക്കി, ഈ പ്ലാന്റ് നോക്കി, എന്തൊരു ചെറിയ പ്ലാന്റാ ഇത്. 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അതിൽ പൂ കിട്ടും. അതിനും ഒട്ടും ജീവമില്ലാത്തൊരു പ്ലാന്റ് എന്ന് പറയാം. ആ സീഡിൻ്റെ അത്ര വലിപ്പം പോലും ഇല്ല ആ പ്ലാന്റ്, അത്രയും ചെറിയ പ്ലാന്റാണ്. പക്ഷെ അതിൽ ഫ്ലവർ ചെയ്തു. ഞാൻ എല്ലാ പ്ലാന്റും ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ ആയിക്കോട്ടെ. ചിലർ പറയും ചെറിയ പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യാൻ സമ്മതിക്കരുത് എന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഏതും ഫ്ലവർ ചെയ്തോട്ടെ എന്ന് വെക്കും. അപ്പം ഇത് നോക്കി, ഇതും അതിലും വലിയൊരു നാടൻ പ്ലാന്റാണ്. പക്ഷെ അതിലും ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് അതിൽ ഫ്ലവർ വന്നത് കേട്ടോ. അല്ല, സീഡ് വന്നത്, ഫ്ലവർ അല്ല, ആദ്യമായിട്ടാണ് സീഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിലൊക്കെ 2-3 വട്ടം വന്നിട്ടുണ്ട്. ഞാൻ ആ കുഞ്ഞു കൊമ്പ് പോലെ കാണിച്ചില്ലേ, അതിലാണ് ഫസ്റ്റ് ടൈം വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഇതിൽ 2-3 തരം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേതോ ഒരു വെറൈറ്റിക്കാണ് ആ സീഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സീഡ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാറ്റിലും സീഡ്സ് വരും. അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ കാരണം ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പം എൻ്റെ അടുത്ത് സീഡ്സ് വരുമെന്ന് ഒരുപാട് തവണ ചോദിക്കും. പിന്നെ അതിൽ എന്തായാലും സീഡ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ മാത്രം ചുമതലയാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ചോദിക്കുക. അപ്പോൾ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണത് ചോദിക്കുന്നത്. അപ്പം എനിക്കറിയാവുന്ന പോലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കുള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാത്തരം പ്ലാന്റ്സും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു സീഡ്സ് ഉള്ളത്. അപ്പോൾ ഒരുവിധം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം ഞാനിത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിലും അപ്പുറമുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല. എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പറയുന്നു, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.